തിരുവനന്തപുരത്തിന് ഒരു മന്ത്രിയെ കിട്ടുമോ എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ സ്വന്തം ചിഹ്നം, ഇപ്പം കപ്പൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന CP ജോൺ, വെസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സെൻട്രൽ, ഇപ്പോഴത്തെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന CP ജോൺ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ CMB, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് CMBയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള CP ജോൺ കപ്പൽ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കപ്പലിൻ്റെ മോഡലും ഒക്കെ ഉണ്ടാക്കി അതിനകത്തൊക്കെ കയറിയിരുന്നു വോട്ടൊക്കെ പിടിച്ച ആളുകളുടെ അറ്റൻഷനൊക്കെ പിടിച്ചിട്ടുണ്ട്. കപ്പലുമായിട്ട് CMBക്ക് ഒരു ബന്ധമുണ്ട്. MV രാഘവനാണ് തിരുവനന്തപുരത്ത് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്ക സമയത്ത് അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ചെയ്തത് MV രാഘവനാണ്. അതുകൊണ്ട് CMBക്ക് ഒരു ആത്മബന്ധം കപ്പലുമായി ഉണ്ട്. കപ്പൽ സിമ്പലായതും വലിയ കാര്യമാണ്. പിന്നെ സ്റ്റാലിൻ സത്യനേശൻ, MP പത്മനാഭൻ എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരത്ത് CMBക്ക് ഒരു പേരുള്ള സ്ഥലമാണ്. പേരല്ല, ഒരു ബന്ധങ്ങളുള്ള സ്ഥലമാണ്. പാർട്ടി സംഘടനാപരമായി വലിയ പാർട്ടി അല്ലെങ്കിൽ പോലും പിന്നെ 10-30 വർഷത്തിൽ കൂടുതലായി CP ജോൺ തിരുവനന്തപുരത്തുണ്ട്. നേരത്തെ 600 വോട്ടിനോ മറ്റുമാണ് അവിടെ തൃശ്ശൂർ ജില്ലയിൽ തോറ്റുപോയത്. ഒരുപക്ഷെ അന്ന് ജയിച്ചിരുന്നെങ്കിൽ അന്ന് കൃത്യമായി മന്ത്രിയായിരുന്നെങ്കിൽ കേരളത്തിനൊരു അസറ്റും കൂടെയാണ്. പക്ഷെ മന്ത്രിയാകാതിരുന്ന CP ജോണിനെ അന്ന് പ്ലാനിംഗ് ബോർഡ് അംഗമാക്കി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഒരു വിഷൻ കേരളത്തിന് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായും നേരിട്ട് അനുഭവമുള്ളതാണ്. വാട്ടർ സെക്ടറിലൊക്കെ നല്ല ക്യാമ്പയിനുകൾ നടത്തുന്നതിനും ഒരു വിഷൻ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ വിഷനായാലും ശരി, ഒരു സബ്ജക്റ്റുകളുടെ വിഷനായാലും ശരിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് CP ജോൺ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ, രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ പറയുകയാണ്, രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, നമുക്കിഷ്ടമുള്ള പാർട്ടികൾക്ക് വിശ്വസിക്കാം, വോട്ട് ചെയ്യാം, അതൊക്കെ നിൽക്കുമ്പോഴും ചില വ്യക്തികളെ നമുക്ക് കാണാതെ പോകാനാകില്ല. ജനാധിപത്യത്തിൽ അതേത് പാർട്ടിയായാലും, ഇപ്പോൾ BJPയിലായാൽ പോലും ചില വ്യക്തികളെ നമുക്ക് കാണാതെ പോകാനാകില്ല. കോൺഗ്രസ്സിലായാലും പറ്റത്തില്ല, ഇടതുപക്ഷത്തിലായാലും പറ്റില്ല. ചില ആളുകൾ ജയിക്കണം, കാരണം അവർ ഈ ജനാധിപത്യത്തിൻ്റെ ശക്തീകരണത്തിന് ആവശ്യമാണ്, അനിവാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും CP ജോൺ അടുത്ത കപ്പൽ, അതായത് തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ആകാനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം വിജയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു വകുപ്പാണ് ജലവിഭവ വകുപ്പ്. അദ്ദേഹത്തിന് കിട്ടിയാലും അദ്ദേഹത്തിന് നന്നായിട്ട് വിജയിക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് അതിനകത്തൊരു കൺസേൺ ഉള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റ് വകുപ്പുകളായാലും അതേ വിജയിക്കുമായിരിക്കും. പക്ഷേ തുറമുഖ വകുപ്പാണ് അദ്ദേഹത്തിന് കിട്ടുന്നതെങ്കിൽ വിഴിഞ്ഞം പദ്ധതി MV രാഘവൻ തുടങ്ങി വെച്ചിടത്തു നിന്ന് അതിൻ്റെ അവസാനം നല്ല ഹൈപ്പിലേക്ക് കൊണ്ടുപോകാൻ CP ജോണിനൊരു അവസരം കിട്ടും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കരമന സുധീർ ജയിച്ചതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല, അദ്ദേഹം ഒരു വിദ്യാർത്ഥി ഒരു ചെറുപ്പക്കാരനാണ്, പയ്യൻ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പയ്യൻ ജയിച്ചതുകൊണ്ട് അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പിന്നെ അദ്ദേഹം എൻ്റെ ജൂനിയറായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതാണ്, ആ ഒരു ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേങ്കിലും സുധീർ ജയിച്ചിട്ട് പ്രത്യേകത്തൊന്നും ചെയ്യാനില്ല. പിന്നെ BJPയുടെ കരമന ജയനാണ് മത്സരിക്കുന്നത്. ഇവരെ 2 പേരെ വച്ച് നോക്കുമ്പോഴും UDF വരികയാണെങ്കിൽ, CP ജോൺ തോറ്റുപോവുകയാണെങ്കിൽ അത് തിരുവനന്തപുരം സെൻട്രലുകാർക്ക് വലിയ നഷ്ടമായിരിക്കും. UDF വരികയാണെങ്കിൽ തീർച്ചയായിട്ടും CP ജോൺ ജയിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു MLA ആയിട്ട് മത്സരിക്കുമ്പോൾ ജയിക്കണം, അത് വേറെ വിഷയം. തോറ്റാൽ പിന്നെ സങ്കടം വരുമല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, UDF അധികാരത്തിൽ വരികയും അതിൻ്റെ ട്രെൻഡ് ഇപ്പോൾ സംസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ CP ജോൺ ജയിച്ചാൽ അദ്ദേഹം കൃത്യമായി മന്ത്രിയായിരിക്കും. വളരെ നേരത്തെ അദ്ദേഹത്തിന് മന്ത്രിയാക്കേണ്ട ആളായിരുന്നു, മന്ത്രിയായിരിക്കും. അങ്ങനെ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ വകുപ്പുകളൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയ മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയും. അതിനുള്ളൊരു വിഷനറിയാണ് അദ്ദേഹം. നല്ലൊരു വിഷൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടും അറിഞ്ഞും സംസാരിച്ചും ഒക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് നല്ല വിഷൻ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ആളാണ്. ഒരുപക്ഷെ അത്രയും വിഷനുള്ള ആൾ CPMലായിരുന്നു അദ്ദേഹം നിന്നിരുന്നെങ്കിൽ കുറച്ചൊരു അസറ്റ് ആകുമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ കളിക്കുന്ന CPMൽ എന്ത് അസറ്റ് എന്നുള്ളത് തോമസ് ഐസക്കും MA ബേബി സെക്രട്ടറിയാണ്. തോമസ് ഐസക്കിനെ പോലുള്ളവർ കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. CPMനകത്ത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പിണറായി വിജയൻ്റെ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ CP ജോൺമാർക്ക് എത്രമാത്രം അവസരമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ അദ്ദേഹം SFIയുടെ പ്രസിഡൻ്റായിരുന്നു. അതിശക്തമായ രീതിയിൽ നല്ല ചിന്തിക്കുന്ന ഒരു ചിന്തകനാണ്, പുസ്തകം എഴുതുന്ന ആളാണ്, പാനലിസ്റ്റാണ്, നല്ല മിടുക്കനായിട്ടുള്ള മിതവാദിയാണ്, തീവ്രവാദിയല്ല, കമ്മ്യൂണിസത്തെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പലതരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റികളുള്ള ആളുകൾ നിയമസഭയിൽ വരേണ്ടത് നിയമസഭയുടെ ക്വാളിറ്റി ഉയർത്താൻ. നമുക്ക് വേണ്ടത് ഡെസ്കിൻ്റെ മണ്ടയിൽ കയറി സ്പീക്കറെ ചെവിലടിച്ച്
സ്പീക്കറെ കസേര അടിച്ച് പൊട്ടിക്കുന്ന, നിയമസഭയിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണിക്കുന്ന ടീമിനെ അല്ല വേണ്ടത്. അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതിനെ അതുപോലെ എതിർക്കുന്ന ഭരണപക്ഷം പറയുമ്പോൾ അതുപോലെ എതിർക്കുന്ന പ്രതിപക്ഷത്തെയും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സർഗാത്മകമായ സംവാദം നടക്കുന്ന, അതിലൂടെ മനോഹരമായ പുതിയ നിയമങ്ങളുണ്ടാകുന്ന, പുതിയ ചിന്തകളുണ്ടാകുന്ന, പുതിയ വിഷനുകൾ ഉണ്ടാകുന്ന, ആ വിഷനുകളിൽ നിന്ന് പുതിയ മിഷനുകൾ ഉണ്ടാകുന്ന, അത് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തെ മൊബിലൈസ് ചെയ്യുന്ന, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന, അതിൻ്റെ ഒരു ലീഡർഷിപ്പ് എടുക്കുന്ന, ഒരു ചാമ്പ്യൻഷിപ്പ് എടുക്കുന്ന ഒരു ആളുകളെയാണ് നമുക്ക് ആവശ്യം. അത്തരത്തിൽ അഗ്രഗണ്യനായിരുന്ന് UDF-ൽ മത്സരിക്കുന്നതിൽ എന്തുകൊണ്ടും മുന്നിൽ നിർത്താൻ കഴിയുന്ന ആൾ തന്നെയാണ് CP ജോൺ. എനിക്ക് മറ്റൊരുപാട് ആളുകളെ വ്യക്തിപരമായി അറിയില്ല, പക്ഷേ എനിക്ക് ഇദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി അടുത്തറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യലായി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു രാഷ്ട്രീയവുമില്ല, അവിടെ ആര് ജയിച്ചാലും നമുക്ക് സന്തോഷം, ജനാധിപത്യത്തിൽ ആരോ ജയിച്ചോട്ടെ. പക്ഷേ CP ജോൺ തോറ്റുപോയാൽ UDF വരികയും ചെയ്താൽ അത് വലിയൊരു സങ്കടമായിരിക്കും. അത് CP ജോൺ എന്ന വ്യക്തിക്കുണ്ടാകുന്ന സങ്കടമൊന്നുമല്ല, ഈ നാടിനൊരു വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു UDF ട്രെൻഡ് നിൽക്കുന്ന സാഹചര്യത്തിൽ CP ജോൺ ജയിക്കട്ടെ. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സഹകരണ വകുപ്പായിരിക്കും, തുറമുഖ വകുപ്പായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ മന്ത്രിയാകാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റ് ജലവിഭവപ്പോ ആരോഗ്യവകുപ്പോ, അദ്ദേഹത്തിന് ഒരുപാട് വകുപ്പുകൾ എടുത്താൽ നന്നായി ശോഭിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ നല്ല മിഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് CP ജോൺ ഇപ്രാവശ്യം ജയിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടായിരിക്കാം കേരളത്തിലെ സാംസ്കാരിക നായകരായിട്ടുള്ള നിരവധി ആളുകൾ തിരുവനന്തപുരത്ത് ഒത്തുകൂടി അദ്ദേഹത്തിന് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചു. അത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ CP ജോണിനോടുള്ള ആ ഒരു ബന്ധവും ഒക്കെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ജയിച്ചു വരേണ്ടത് ഈ ഒരു കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും.